എന്നുള്ള ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള അവിടുത്തെ മൈനോറിറ്റി ആയിട്ടുള്ള ഒരാളെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. ഫറാസ് എന്നാണ് ആളുടെ പേര്. അപ്പോ ആ മൈനോറിറ്റീസ് ഇപ്പൊ ബംഗ്ലാദേശിൽ നടക്കുന്ന വിഷയം നിങ്ങൾക്ക് അറിയാലോ. ഹിന്ദുക്കളെ അവിടെ ഓടിച്ചിട്ട് തല്ലാണ് അവിടുത്തെ മുസ്ലിങ്ങൾ. ജമാഅത്ത് ഇസ്ലാമിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ പാകിസ്ഥാനില് ഈ ന്യൂനപക്ഷങ്ങൾ കുറച്ചും കൂടി കൂടിയ രൂപത്തിലാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഞാൻ ആളോട് ചോദിച്ചു, അതായത് പാകിസ്ഥാനില് മുസ്ലിം രാജ്യമാണ്, പാകിസ്ഥാൻ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കുന്നു, പലതും അവര് ചെയ്യുന്നുണ്ട്. അപ്പോ ആ നടപ്പിലാക്കുന്ന കൂട്ടത്തിൽ അവര് മൈനോറിറ്റി ആയിട്ടുള്ള അഹമ്മദിയാക്കളെ അവര് വലിയ തോതിൽ പ്രോസിക്യൂഷൻ നടത്തുന്ന ആൾക്കാരാണ്. എന്നുവെച്ചാൽ അവരുടെ പാസ്പോർട്ടില് മുസ്ലിം എന്ന് എഴുതാൻ പോലും സമ്മതിക്കില്ല. അവിടെ നിന്നുള്ള ലോകത്തെ തന്നെ ആദ്യത്തെ മുസ്ലിം നോബൽ പ്രൈസ് വിന്നർ ആയിട്ടുള്ള അബ്ദുൽ സലാം എന്ന് പറഞ്ഞ ആള് പാകിസ്ഥാനിയാണ്. ആള് അഹമ്മദിയ മുസ്ലിമാണ്. ആളുടെ കല്ലറയുടെ മുകളില് മുസ്ലിം നോബൽ ലോറേറ്റ് എന്ന് എഴുതിയപ്പോ ആ മുസ്ലിം എന്ന് എഴുതിയതിന്റെ മുകളിൽ കരിവേല് കൊണ്ടൊഴിച്ച ആൾക്കാരാണ് പാകിസ്ഥാൻകാര്. അതായത് എന്താണ്, മുസ്ലിം ആണെന്ന് പറയാൻ കഴിയില്ല എന്തൊക്കെ പറഞ്ഞാലും, കാരണം അയാള് അഹമ്മദിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഫറാസിനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ പെർസിക്യൂട്ടഡ് ആയിട്ടുള്ള അഹമ്മദിയാക്കളുടെ സ്റ്റാൻഡ് എന്താണെന്ന് താങ്കളോട് എന്ന് ചോദിച്ചപ്പോ ആള് പറഞ്ഞത്, എന്നെ ഓടിക്കുന്ന കാര്യത്തിൽ, എന്റെ തലയ്ക്ക് വിലയിടുന്ന കാര്യത്തിൽ അഹമ്മദിയാക്കളും പിന്നിലല്ല. അഹമ്മദിയ സൊസൈറ്റി തന്നെ അവിടെ പുള്ളിയുടെ തലയ്ക്ക് ഏതാണ്ട് 5 ലക്ഷം രൂപയാണ് അവിടുത്തെ പൈസയാണ് ഇതിട്ടിരിക്കുന്നത്, ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ കൂട്ടത്തിൽ സൂഫികളുണ്ട്. അതാണ് രസം. അപ്പൊ നമ്മൾ ഈ പറയുന്ന, ഇപ്പൊ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ സൂഫീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് റഹ്മാൻ ഓർമ്മ വരും, ഓക്കെ, ഖവാലി നമുക്ക് ഓർമ്മ വരും, കുറച്ച് പുകയൊക്കെ ഉണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോഴേ അത് ആ പുകയുടെ പിന്നിൽ കുറച്ച് വെടിമരുന്നിന്റെ മണം കൂടി ഉണ്ടാവും. അതാണ് ഈ പ്രശ്നം.